ഹലോ കൂട്ടുകാരെ, മണ്ണാർക്കാട് നിന്നും പാലക്കാട് എത്തി. പാലക്കാട് എത്തിയപ്പോൾ നെല്ലിയാമ്പതി പോയാലോ എന്നൊരു പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ നെന്മാറ വഴിയാണ് നെല്ലിയാമ്പതി മല കയറാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മളിതാ ഇവിടെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അവർ നമ്മുടെ വെഹിക്കിൾ ചെക്ക് ചെയ്തു. പിന്നെ നമ്മുടെ മറ്റു മെറ്റീരിയൽസ് എല്ലാം തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ അങ്ങോട്ട് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെല്ലിയാമ്പതി കാഴ്ചകളൊന്ന് കണ്ട് ആസ്വദിക്കാം. യാത്രമധ്യേ നമുക്ക് പോത്തുണ്ടി ഡാമും കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് നെല്ലിയാമ്പതിയുടെ പ്രവേശന കവാടം പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പോത്തുണ്ടി ഡാം ഇവിടെയുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. കേരളത്തിന്റെ പച്ചപ്പാർന്ന ഭൂമിയിൽ പ്രകൃതി അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപം അണിഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലിയാമ്പതി. മലനിരകളുടെ മടിത്തട്ടിൽ മേഘങ്ങളെ തഴുകി നിൽക്കുന്ന ഈ ഹിൽ സ്റ്റേഷൻ പ്രകൃതിയുടെ ശാന്തതയും വനത്തിൻ്റെ നിഗൂഢതയും ഒരുമിച്ച് നമുക്ക് സമ്മാനിക്കുന്ന അപൂർവ കാഴ്ചയാണ്. പാവങ്ങളുടെ ഊട്ടി എന്ന പേരിലൊക്കെയാണ് നമ്മുടെ നെല്ലിയാമ്പതി അറിയപ്പെടുന്നത്. യാത്രക്കാരുടെ മനസ്സിൽ തണുത്ത ഓർമ്മകൾ നിക്ഷേപിക്കുന്ന ഒരു യാത്ര കൂടെ ആയിരിക്കും നെല്ലിയാമ്പതി യാത്ര. നെല്ലിയാമ്പതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രകൃതി വൈവിധ്യം തന്നെയാണ്. ചായത്തോട്ടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ, ഓറഞ്ച് തോട്ടങ്ങൾ, വനപ്രദേശം, അങ്ങനെ എല്ലാം ചേർന്ന് ഇവിടെ ഒരു പ്രകൃതി ചിത്രപടം സൃഷ്ടിക്കുന്നത് പോലെ നമുക്ക് തോന്നുട്ടോ. രാവിലെയാകുമ്പോൾ മലമുകളിലൂടെ ഒഴുകുന്ന മഞ്ഞ് പ്രകൃതിക്ക് ഒരു സ്വപ്ന സൗന്ദര്യം നൽകുന്നു. പക്ഷികളുടെ ശബ്ദവും മരങ്ങളിലൂടെ വീശുന്ന കാറ്റും ചേർന്ന് ഇവിടെ പ്രകൃതി തന്നെ ഒരു സംഗീതം തീർക്കുന്നതും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. പാലക്കാടിൻ്റെ ചൂടൻ കാറ്റുകളിൽ നിന്ന് നെന്മാറ വഴി മല കയറുന്ന യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ പ്രകൃതി തൻ്റെ മറ്റൊരു മുഖം തുറന്നു കാണിക്കുന്നു. വളവുകൾ നിറഞ്ഞ മലമ്പാതകൾ, വഴിയോര കാടുകൾ, മൂടൽ മഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന മലനിരകൾ, ഓരോ നിമിഷവും യാത്രയെ ഒരു സിനിമാറ്റിക് അനുഭവമാക്കുന്നു. മലമുകളിലേക്ക് കയറുമ്പോൾ വായുവിൻ്റെ തണുപ്പും കാറ്റിൻ്റെ മൃദുത്വവും പതുക്കെ നമുക്ക് അനുഭവപ്പെടും. നെല്ലിയാമ്പതി ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധം അനുഭവിക്കുന്ന ഭൂമി കൂടെയാണ്. നഗരങ്ങളുടെ തിരക്കിലും യന്ത്രജീവിതത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ഇടയിൽപ്പെട്ട മനസ്സിന് വീണ്ടും ശാന്തത കണ്ടെത്താൻ കഴിയുന്ന ഒരു ഇടം കൂടെയാണ്. ഓരോ കാറ്റും, ഓരോ മേഘവും, ഓരോ മരവും ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ കേൾക്കാൻ ഞാനും ഇത്തിരി നേരം ഇവിടെ ഇരുന്നു. മഴക്കാലത്ത് നെല്ലിയാമ്പതി മറ്റൊരു ലോകമായി മാറുന്നു. മലകളെ മൂടിയ മേഘങ്ങൾ, പച്ചപ്പിൻ്റെ തീവ്രത, വഴിയോരങ്ങളിൽ രൂപപ്പെടുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങൾ എല്ലാം ചേർന്ന് പ്രകൃതിയുടെ ഒരു വിസ്മയ ദൃശ്യമായി മാറുന്നു. ശൈത്യകാലത്ത് ഇവിടെ അനുഭവപ്പെടുന്ന തണുപ്പ് യാത്രക്കാരെ വീണ്ടും വീണ്ടും ഈ മലമുകളിലേക്ക് വിളിച്ചു വരുത്തും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക്, നിശബ്ദതയെ ആസ്വദിക്കുന്നവർക്ക്, ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് കുറച്ചു സമയം ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നെല്ലിയാമ്പതി ഒരു അനുഗ്രഹമാണ്. ഈ മലനിരകൾ യാത്ര അവസാനിച്ചാലും ഓർമ്മകളിൽ മഞ്ഞുതുള്ളിയെ പോലെ നിലനിൽക്കും.
വഴിയാത്രക്കിടെ നമുക്ക് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളെയും കാണാൻ സാധിക്കും. ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വാഹനങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിന്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമും സന്ദർശിക്കാവുന്നതാണ്. പക്ഷേ അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല. നേരെ ഞങ്ങൾ യാത്രയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു. നെല്ലിയാമ്പതിയുടെ മലനിരകളെ കൂടുതൽ മനോഹരമാക്കുന്ന സ്ഥലത്തേക്കാണ് ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വിശാലമായ ഈ തേയിലത്തോട്ടങ്ങൾ. മലഞ്ചെരുവുകളിലായി പച്ചപ്പിന്റെ തിരകളെപ്പോലെ വിരിഞ്ഞു കിടക്കുന്ന ഈ തോട്ടങ്ങൾ പ്രകൃതിയും മനുഷ്യശ്രമവും ചേർന്ന് സൃഷ്ടിച്ച ഒരു ജീവനുള്ള ചിത്രപടം പോലെ നമുക്ക് തോന്നും. പുലർച്ചെയിലെ മൂടൽ മഞ്ഞിനിടയിൽ തേയിലച്ചെടികളുടെ മുകളിൽ വീണു നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ നെല്ലിയാമ്പതിക്കൊരു സ്വപ്ന സൗന്ദര്യം നൽകുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നെല്ലിയാമ്പതിയിൽ വ്യാപകമായി തേയില കൃഷി ആരംഭിച്ചെന്ന് പറയപ്പെടുന്നു. തണുത്ത കാലാവസ്ഥയും സമൃദ്ധമായ മണ്ണും മലമ്പ്രദേശത്തിന്റെ ഈർപ്പവും തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതിനാൽ ഇവിടെ വലിയ എസ്റ്റേറ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചു. നെല്ലിയാമ്പതിയുടെ സാമ്പത്തിക ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ തേയിലത്തോട്ടങ്ങൾ. മലഞ്ചെരിവുകളിലൂടെ നിരപ്പായി ക്രമീകരിച്ചിരിക്കുന്ന തേയില ചെടികൾ ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ പച്ച നിറമുള്ള തിരമാലകളെപ്പോലെ തോന്നും. രാവിലെയോടെ തൊഴിലാളികൾ കൈകളിൽ കൊട്ടകളുമായി തേയില ഇലകൾ ശേഖരിക്കുന്ന കാഴ്ച ഈ പ്രദേശത്തിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. സ്ത്രീ തൊഴിലാളികളുടെ ചിരിയും സംസാരങ്ങളും മലക്കാറ്റിനൊപ്പം ലയിക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തിന്റെ ലാളിത്യവും സൗന്ദര്യവും വ്യക്തമായി നമുക്ക് അനുഭവപ്പെടും. നെല്ലിയാമ്പതിയിലെ തേയിലത്തോട്ടങ്ങൾ കൃഷിസ്ഥലങ്ങൾ മാത്രമല്ല, അവ മലനാടിന്റെ സംസ്കാരവും അധ്വാനവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് പ്രതിഫലിക്കുന്ന ജീവിത ഭൂമി കൂടെയാണ്. പ്രകൃതിയുടെ നിശബ്ദതയും മനുഷ്യന്റെ പരിശ്രമവും കൈകോർക്കുന്ന ഈ പച്ചപ്പിൽ നെല്ലിയാമ്പതിയുടെ ആത്മാവ് ഇന്നും നിലകൊള്ളുന്നു. മഴക്കാലത്ത് തേയിലത്തോട്ടങ്ങൾ കൂടുതൽ ജീവനുള്ളതാകുന്നു. മഴത്തുള്ളികൾ തേയില ഇലകളിൽ വീഴുമ്പോൾ പ്രകൃതി തന്നെ ഒരു സംഗീതം പകരുന്നത് പോലെ തോന്നും. കാറ്റിലാടുന്ന തേയിലച്ചെടികളും അവയ്ക്കിടയിലൂടെ വളഞ്ഞു പോകുന്ന ചെറുവഴികളും യാത്രക്കാരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ യാത്രാലോകത്തിൽ നിന്നും മറ്റൊരിടം തേടി ഞങ്ങളും യാത്ര തുടങ്ങുന്നു. നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് ഈ യാത്ര. രാമായണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാണ് ഈ സ്ഥലത്തെ കൂടുതൽ നിഗൂഢവും ആത്മീയവുമായ അനുഭവമാക്കുന്നത്. വനവാസക്കാലത്ത് സീതാദേവി ഇവിടെ വിശ്രമിച്ചു എന്നും ആ വിശ്വാസത്തിൽ നിന്നാണ് സീതാർകുണ്ട് എന്ന പേര് ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. മലമുകളിലെ നിശബ്ദതയും പ്രകൃതിയുടെ ഗൗരവവും ഈ പുരാണ കഥകളെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. സീതാർകുണ്ടിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ് ഞങ്ങളുടെ സ്വന്തം നാടായ മണ്ണാർക്കാട്ടിലേക്ക്. ആ വരവിൽ എനിക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ കാട്ടുജീവിയായ പാവം ഒരു കാട്ടുപോത്തിനെയും പിന്നെ അതാ കുറേ മങ്കീസിനെയും. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതിയോടും കാട്ടുമൃഗങ്ങളോടും കാട്ടുമരങ്ങളോടും എല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു.